സോക്രട്ടീസ് തത്വചിന്തയുടെയും സന്മാർഗ സദാചാര ചിന്തയുടെയും പിതാവായാണ് സോക്രട്ടീസിനെ കണക്കാക്കുന്നത്. എന്നെന്നും സ്മരിക്കപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് സോക്രട്ടീസ്. ഒരുപക്ഷെ പാശ്ചാത്യ ചിന്താലോകത്തിന് സോക്രട്ടീസ് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഡയലോജിക്കൽ മെത്തേഡ് ഓഫ് എൻക്വയറി ആയിരിക്കും. ക്രിസ്തുവിന് മുൻപ് 470 ആണ്ടിൽ ജൂൺ 4 ജനിക്കുകയും ക്രിസ്തുവിന് മുൻപ് 390 ആണ്ടിൽ മെയ് 7 അന്തരിക്കുകയും ചെയ്തു. അദ്ദേഹം നന്മ, നീതി തുടങ്ങിയ യഥാർത്ഥ നിർവചനമില്ലാതെ ഉപയോഗിക്കുന്ന സങ്കല്പങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ ഉപയുക്തമായതാണ് സോക്രട്ടീസിൻ്റെ മെത്തേഡ് ഓഫ് ഇലങ്കോസ്. സ്വന്തം അജ്ഞതയെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ് തനിക്ക് വിജ്ഞാനം കൈവന്നത് എന്നായിരുന്നു സോക്രട്ടീസിൻ്റെ വിശ്വാസം. തനിക്ക് ഒന്നും അറിയില്ല എന്നായിരുന്നു സോക്രട്ടീസ് കരുതിയിരുന്നത്. ഒരാൾ ഒരു തെറ്റു ചെയ്താൽ അത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് സോക്രട്ടീസ് വിശ്വസിച്ചു. അദ്ദേഹം ഒരു വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ ചർച്ച ചെയ്തിട്ടില്ല എങ്കിലും ഒരു ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ഉത്തമ ഭരണകൂടം എങ്ങനെ പെരുമാറും, എങ്ങനെ പ്രവർത്തിക്കും എന്നിവയെക്കുറിച്ചായിരുന്നു സോക്രട്ടീസിൻ്റെ മിക്ക ചിന്തയും വ്യാപരിച്ചിരുന്നത്. സ്വത്തുക്കൾ ഉണ്ടാക്കുന്നതിലല്ല, ആത്മവികാസത്തിലൂടെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് സോക്രട്ടീസ് പറഞ്ഞു. സൗഹൃദവും കൂട്ടായ ജീവിതവും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പരീക്ഷിച്ചറിയാൻ പറ്റാത്ത ജീവിതം ജീവിതമല്ല എന്നായിരുന്നു സോക്രട്ടീസിൻ്റെ മറ്റൊരു സിദ്ധാന്തം. സോക്രട്ടീസിനെ വധിക്കാനായിരുന്നു ഭരണകൂടത്തിൻ്റെ വിധി. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏഥൻസിൽ നിന്ന് പലായനം ചെയ്യാമായിരുന്നു. പക്ഷേ മരണം വരിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. തടവറയിൽ വെച്ച് നൽകിയ വിഷപ്പാത്രം ചുണ്ടോടടുപ്പിച്ച് നുകർന്ന് ആ മഹാനായ തത്വചിന്തകൻ മരിച്ചു വീണു.